നാളെ എനിക്ക് എക്സാമാണ് കേട്ടോ. മലയാളമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു അക്ഷരം തെറ്റിയാൽ മതി അമ്മ എന്നെ അടിച്ച് ശരിയാക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്ന് അടിയും കൊണ്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അമ്മയും ചായ കുടിച്ചതിൻ്റെ കൂടെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അമ്മ പഠിക്കുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റാണ്, ഒരു കോംപ്രമൈസും ഇല്ല. അമ്മ മലയാളവും ഹിന്ദിയും മാത്സും എഴുതിപ്പിക്കും. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് അമ്മ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഈ മാത്സ് എന്തായാലും എഴുതി പഠിക്കേണ്ട സബ്ജക്റ്റാണ്. മലയാളം ഹിന്ദി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് എഴുതി പഠിക്കേണ്ടി വരും. അപ്പോൾ അടിയും പിടിയും ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ ചീമ കുഞ്ഞ് വന്ന് ലാൻഡ് ചെയ്തത്. കറക്റ്റ് സമയത്ത് വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ ചീമയാകുമ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ അടിയൊന്നും കിട്ടത്തില്ല. അവൾ ചോദിക്കും. കുഞ്ഞാണെങ്കിൽ ഞാൻ ചീമ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. അതിനിടയ്ക്ക് അമ്മ കുറച്ച് ഫിഷ് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി തന്ന് ഞാനും ചീമയും കൂടെ അതൊക്കെ ഇരുന്ന് കറക്റ്റ് ചെയ്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മലയാളവും ഹിന്ദിയും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, ഒരു പ്രാവശ്യം പോലും മിസ്റ്റേക്ക് ഇല്ലാതെ കാണൂല. അപ്പോൾ ചീമ പറയാണ് എനിക്ക് വയ്യ ചോദിച്ച് ഇതൊക്കെ എന്തോന്നിത്, നീ എങ്ങനെ ഇത് പഠിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീമ അവിടെ ഇരുന്ന് കട്ട്ലറ്റ് കഴിക്കുന്നു, ഞാൻ അവിടെ ഇരുന്ന് പൊസിഷൻ എഴുതും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ ചോദിച്ച് എന്താ പറയുക, ലൈം ജ്യൂസ് വേണമെന്ന്. അപ്പോൾ ചീമ പറഞ്ഞു ഇനി എന്നും 4 മണിയാകുമ്പോൾ വരാം, അപ്പോൾ എന്നും ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചീമ ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടെ കിട്ടി. അപ്പോൾ ചീമ പറയാണ് നല്ല ഗ്ലാസ്സുകൾ ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഓട്ട ഗ്ലാസ്സിൽ തരണേന്നൊക്കെ പറയാണ്. അപ്പോൾ ചീമ ഇങ്ങനെ ഇരുന്ന് വെറുതെ ചുമ്മാ അവൾക്ക് എപ്പോഴെങ്കിലും ബോറടിക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന അവസാനം മലയാളമൊക്കെ ചോദിച്ച് കഴിയാറായി. അമ്മ ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കിയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ അടിയിലെ പൂരം തുടങ്ങാറായി. ചീമ പോയി കേട്ടോ ഗൈസ്. അപ്പോൾ ചീമയ്ക്ക് ഭയങ്കര ആക്ഷനൊക്കെ നന്നായിട്ട് ഇടാൻ അറിയാം. അപ്പോൾ ചീമ പോവാണ്. നമ്മൾ കളിയാക്കുന്ന ഇല്ലോളം അഞ്ജന എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മുടെ ചീമ പോയിരിക്കുന്നു ഗൈസ്. അതിൻ്റെ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റീൽസൊക്കെ എടുക്കുകയാണ്. അമ്മയാണ് എനിക്ക് എപ്പോഴും റീൽസ് എടുത്ത് തരാറുള്ളത്. അതേ കണക്ക് എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കീപ് സപ്പോർട്ടിങ് മീ ലൈക്ക് ദിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, ട്രയൽ ചെയ്ത് അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാലും എനിക്കത് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ ഞാനിവിടെ എന്താ ഡാൻസിൻ്റെ പേര്, എന്തോന്നോ ഒരു ഡാൻസിൻ്റെ പേര്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ട്രയൽ എടുത്തിട്ടാണ് ഞാൻ ചെയ്തതെന്നറിയാമോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.